തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കാൻ എൻസിപി നേതൃയോഗത്തിന്റെ ശുപാർശ. എ.കെ. ശശീന്ദ്രനാണ് തോമസ് ചാണ്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. മന്ത്രിസ്ഥാനം രാജിവെച്ച ശശീന്ദ്രനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കാനും തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന എൻസിപി നേതൃയോഗമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് ചാണ്ടിയുടെ പേര് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത്. നേതൃയോഗത്തിൽ ഏകകണ്ഠമായാണ് തോമസ് ചാണ്ടിയുടെ പേര് തീരുമാനിച്ചതെന്നും നേതൃത്വം അറിയിച്ചു. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. LDF-ലും മുഖ്യമന്ത്രിയെയും തീരുമാനം ഉടൻ അറിയിക്കുമെന്നും എൻസിപി സംസ്ഥാന പ്രസിഡന്റ് ഉഴൂർ വിജയൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം ഞങ്ങളുടെ മറ്റൊരു MLA ആയ ശ്രീ തോമസ് ചാണ്ടിക്ക് നൽകണം എന്ന് പൊതുവായ അഭിപ്രായം യോഗത്തിൻ്റെതായി ഉയർന്നു വരികയും ആ അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുന്നതിനും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനം ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നും KSRTCയെ ലാഭത്തിലാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും തോമസ് ചാണ്ടി പറഞ്ഞു. KSRTC പോലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. അതൊക്കെ ലാഭത്തിലാണ് പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? അപ്പം എവിടെയാണ് അതിൻ്റെ ക്യാൻസർ രോഗമെന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ചാനൽ സംപ്രേഷണം ചെയ്ത ഫോൺ സംഭാഷണത്തെ തുടർന്ന് A.K. ശശീന്ദ്രൻ രാജിവെച്ചതിനെ തുടർന്നാണ് തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ NCP നേതൃയോഗം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആർത്തവ പരാമർശത്തിൽ കൈരളി തന്റെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് MM ഹസൻ. നിലവിലുള്ള മതാചാരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് താൻ ചെയ്തത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്നും ആർത്തവ സമയത്ത് സ്ത്രീ അശുദ്ധയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഹസൻ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റാൻ രാഷ്ട്രീയ പാർട്ടികൾക്കാവില്ല, അത്രേ പറഞ്ഞുള്ളൂ. കൈരളി പ്ലീസ് ഹിയർ മീ, പ്ലീസ് ഹിയർ നോട്ട്. ഞാൻ പറഞ്ഞത് മുഴുവൻ അവർ കൊടുത്തില്ലല്ലോ, ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇതാണ് നിലവിലുള്ളത്. That is not my opinion. How can it be my opinion? പാർട്ടിയുടെ അഭിപ്രായം മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഞങ്ങൾ അതേപടി, അവരുടെ വിശ്വാസങ്ങൾ അതേപടി ഞങ്ങളും അതിനെ ആദരിക്കുന്നു, അത്ര തന്നെ. അഭിപ്രായമല്ലത് മതവിശ്വാസങ്ങളെ മാറ്റാൻ പറയാൻ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഞങ്ങളായാലും അദ്ദേഹം നിലവിലുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാറ്റിമറിക്കണമെന്ന് പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളാരും സാമൂഹ്യ പരിഷ്കർത്താക്കളല്ല. +1 ചോദ്യപേപ്പർ വിവാദത്തിൽ കഴമ്പില്ലെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ റിപ്പോർട്ട്. 21-ന് നടന്ന ജിയോഗ്രഫി പരീക്ഷയിൽ മോഡൽ പരീക്ഷയിലെ 43 ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 17 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആവർത്തിച്ചത്. അതിൽ അസ്വാഭാവികതയില്ലെന്നും ഹയർ സെക്കൻഡറി ഡയറക്ടർ വ്യക്തമാക്കുന്നു. ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ എടുത്തത്. റിപ്പോർട്ട് നാളെ സർക്കാരിന് കൈമാറും. മൂന്നാറിൽ കയ്യേറ്റം വ്യാപകമായത് UDF-ന്റെ കാലത്താണെന്ന് VS അച്യുതാനന്ദൻ. എല്ലാ കയ്യേറ്റത്തിന്റെയും അങ്ങേയറ്റത്ത് ചെന്നിത്തലയുടെ പാർട്ടിയുണ്ടാകും. എത്ര ഉന്നതരായാലും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം. സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നയാളാണ് ദേവികുളം സബ് കളക്ടറെന്നും VS പറഞ്ഞു. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ച ഒരേക്കർ ഭൂമിയോ പൊളിച്ചു മാറ്റിയ ഒരു കെട്ടിടമോ കാണിച്ചു തരാമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എല്ലാ കയ്യേറ്റങ്ങളുടെയും ഒരറ്റത്ത് ചെന്നിത്തലയുടെ പാർട്ടിയുണ്ടായിരുന്നു എന്ന വസ്തുത ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? VS-ന്റെ മൂന്നാർ ദൗത്യം പരാജയപ്പെടുത്തിയത് പ്രതിപക്ഷമല്ലെന്നും CPM ആണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കയ്യേറ്റങ്ങളിൽ സർക്കാർ നിലപാട് ഗുണകരമല്ല. ഇത് സംബന്ധിച്ച് വിശദമായ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10ാം ക്ലാസ്സിലെയും ഹയർ സെക്കൻഡറിയിലെയും ചോദ്യപേപ്പർ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ആവശ്യമുന്നയിച്ച് നാളെ രാവിലെ 10 മുതൽ 1 മണി വരെ സത്യാഗ്രഹം നടത്തുമെന്നും ചെന്നിത്തല അറിയിച്ചു. ഇന്ന് മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്കെതിരെ അദ്ദേഹം വലിയ വിമർശനം നടത്തുകയുണ്ടായി. ആ വിമർശനം എനിക്കെതിരായിട്ടല്ല, പിണറായി വിജയനെതിരായിട്ടാണ്. അദ്ദേഹത്തിന് പിണറായിയോട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പാവം പ്രതിപക്ഷ നേതാവിൻ്റെ തലയിൽ കയറി എന്നുള്ളതേ ഉള്ളൂ. VS-ന്റെ കാലത്ത് നടന്ന മൂന്നാർ ദൗത്യം പരാജയപ്പെടുത്തിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPM-നാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ഏതായാലും VS ശ്രമിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന
പ്രശ്നപരിഹാരത്തിന് ഒട്ടും യോജിച്ചതല്ല. UDF ഗവൺമെൻറ് കാലത്ത് അന്ന് പുതിയതായി കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ CPM വ്യാപകമായ കയ്യേറ്റം നടത്തുമ്പോഴാണ് ഈ ഇഷ്യൂ പുതുതായി മുന്നോട്ട് വന്നത്. മൂന്നാർ വിഷയത്തിൽ VSന്റെ അഭിപ്രായം തള്ളുകയോ കൊള്ളുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്ന് E. ചന്ദ്രശേഖരൻ. LDF MLA-മാരും സർക്കാരും ഭൂമാഫിയയുടെ ആളല്ലെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. മന്ത്രിസഭയുടെ നിലപാടാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. VS പറഞ്ഞ അഭിപ്രായം രാജ്യത്തെല്ലാം കണ്ടല്ലേ, ഇനി പിന്നെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത് അദ്ദേഹം പറഞ്ഞു, നാട്ടുകാരറിഞ്ഞു. ഞങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്നാറിലുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുത്ത് പിരിഞ്ഞതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കയ്യേറ്റം അനുവദിക്കില്ലെന്ന് മാത്രമല്ല, മൂന്നാറിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംരക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി കണ്ടിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സമീപനം ഗവൺമെൻറ് സ്വീകരിക്കുമെന്നതാണ് പ്രഖ്യാപിത നയം. ഏത് ഭൂമി കയ്യേറ്റക്കാർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കും. മൂന്നാറിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. അതിനെ തകർക്കുന്ന ഒരു നടപടിയും ഗവൺമെന്റ് ഭാഗത്തുണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ നയം. മൂന്നാർ ഭൂമി പ്രശ്നത്തിൽ VS അച്യുതാനന്ദന് ഓർമ്മ പിശകുണ്ടെന്ന് വൈദ്യുതി മന്ത്രി MM മണി പറഞ്ഞു. അവിടെ ഒരു കയ്യേറ്റവുമില്ല. VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അയച്ച പൂച്ചകളെ ജനങ്ങൾ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. മൂന്നാർ സബ് കളക്ടറെ മാറ്റാൻ വേണ്ടി സമരം ചെയ്യേണ്ട ആവശ്യമൊന്നും കർഷക സംഘത്തിനില്ലെന്നും മന്ത്രി MM മണി പറഞ്ഞു. മൂന്നാർ ചുമ്മാ നിങ്ങളെപ്പോലെ കുറേ ആളുകൾ കത്തിക്കുന്നതാ. അവിടെ ഒരു പ്രശ്നവുമില്ല. അവിടെ അപ്പടി കയ്യേറി എന്ന് പറയുന്നത് തെറ്റാ. LDF അധികാരത്തിൽ വന്നതിന് ശേഷവും കയ്യേറ്റങ്ങൾ ഉണ്ടായി എന്നാണ് VS പറഞ്ഞത്. അതാ അദ്ദേഹത്തിന് ഓർമ്മ പെശക് കാണും. അവിടെ ഒന്നും ഇല്ല, എനിക്കറിയില്ല. പതിവിലധികം വേനൽമഴ ലഭിച്ചിട്ടും ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നത് തൃശൂർ ജില്ലയിലെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചു തുടങ്ങി. ക്രമാതീതമായി ചൂട് കൂടി വരുന്നതും മധ്യകേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത മങ്ങിയതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ മഴ ലഭിച്ചാലും ജലസംഭരണികളിൽ വെള്ളമെത്തില്ലെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. ഇക്കൊല്ലം മുൻവർഷങ്ങളെക്കാൾ ഇരട്ടിയിലധികം വേനൽമഴ ലഭ്യമായെങ്കിലും തൃശൂരിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സുകളായ പീച്ചി, ചിമ്മിനി, വാഴാനി ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേസമയം 66.52 ക്യൂബിക് മീറ്റർ വെള്ളമുണ്ടായിരുന്ന ചിമ്മിനി ഡാമിൽ ഇപ്പോൾ 44.5 ആണ് ജലനിരപ്പ്. 22 ക്യൂബിക് മീറ്റർ കുറവ്. തൃശൂർ നഗരത്തിന്റെ ദാഹമകറ്റുന്ന പീച്ചി ഡാമിൽ ഇക്കൊല്ലം 2.61 ക്യൂബിക് മീറ്ററിന്റെ കുറവുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കപ്പാസിറ്റിയുടെ പകുതി പോലും വെള്ളം എത്തിയിട്ടില്ല. വാഴാനി ഡാമിൽ 2.31 ആണ് വ്യത്യാസം. ജലസംഭരണികളിൽ ദിനംപ്രതി 3 സെന്റിമീറ്റർ വീതം ജലനിരപ്പ് താഴുകയുമാണ്. ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമുള്ള സാധ്യതകളാണ് പറയുന്നത്. പിന്നെ വരേണ്ട കാലാവസ്ഥയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂനമർദ്ദം, പാത്തി, അന്തരീക്ഷ ചുഴലി തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഉണ്ടായാലേ ഡാമുകളിൽ വെള്ളമെത്തൂ എന്നാണ് നിരീക്ഷണം. ഒരു വേനൽമഴ കൊണ്ടൊന്നും നികത്തപ്പെടാവുന്ന ഒരു വിഷയമല്ല അത്. പരക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു വെള്ളം ഉയരലിനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഏപ്രിൽ മാസത്തിൽ ഡാമുകളിലെ ജലനിരപ്പ് ഇനിയും താഴുന്ന സാഹചര്യമുണ്ടായാൽ ജില്ലയിലെ ശുദ്ധജല വിതരണം മുടങ്ങുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.